എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയവ അത് ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തുന്നവരെ നമ്മൾ എത്ര കണ്ടാലും പ്രശംസിച്ചാൽ മതിയാവില്ല. പ്രത്യേകിച്ച് യുവാക്കളാണെങ്കിൽ അവർക്ക് വലിയ രീതിയിൽ അവരെ അഭിനന്ദിക്കണം. കാരണം പുതുതലമുറ പലപ്പോഴും ഇത്തരം സാധനങ്ങൾ ഏതെങ്കിലും വ്യക്തികളെ കളഞ്ഞുപോയ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർക്കൊന്ന് കണ്ണു മഞ്ഞളിക്കാം. പ്രത്യേകിച്ച് ഗോൾഡ്, സ്വർണം നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും കണ്ണു മഞ്ഞളിച്ചു പോകും. എന്നാൽ മഞ്ഞളിക്കാത്ത ആൾക്കാരുണ്ട് കേട്ടോ, മഞ്ഞളിക്കാത്ത യുവാക്കളുണ്ട്. ഞാൻ അത്തരത്തിലുള്ള രണ്ട് യുവാക്കളെ പരിചയപ്പെടുത്താണ്. ഒരാൾ അടിച്ചിരി സ്വദേശി യദുകൃഷ്ണ, മറ്റൊരാൾ കുറ്റിച്ചിറ സ്വദേശി ഹരികൃഷ്ണ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അടിച്ചിലിയിലുള്ള യദുകൃഷ്ണ ഇന്ന് കാലത്ത് ജോലിക്ക് വരായിരുന്നു. ആൾ ചാലക്കുടിയിലാണ് ജോലി ചെയ്യുന്നത്, AC-യുടെ ഒക്കെ വർക്ക് ആണ് ചെയ്യുന്നത്. ജോലിക്ക് വരുന്ന സമയത്ത് വെട്ടുകടവ് പാലം കയറുന്നതിന് മുൻപ് ആളുടെ കണ്ണിൽ അതാ ഒരു മഞ്ഞലോഹം അതിനോടൊക്കെയാണ്. മഞ്ഞലോഹം കിടക്കുന്നു. വേഗം താഴ്ത്തിക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു കൈച്ചെയിനാണ് സംഭവം. അതെടുത്തു, അങ്ങനെ നേരെ ഷോപ്പിലെത്തി. കൂട്ടുകാരൻ ഈ ഹരികൃഷ്ണ എന്ന് പറഞ്ഞാൽ അവനും കൂട്ടി അങ്ങനെ വേറൊരു സുഹൃത്തിന് ഇത് കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് ഗോൾഡാണ് സംഭവം. ഈ രണ്ട് ചെറുപ്പക്കാരൻ എന്നെ ഉടനെ തന്നെ വിളിച്ചു. ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട, ഒരു പ്രശ്നമില്ല, അത് നേരെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു. സാധാരണ അങ്ങനെയാണ് പറയാറ്. അങ്ങനെ ഞാൻ വന്നു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച്, അപ്പോൾ അവർക്കൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം ഇത് ഈ ഗോൾഡ് തിരിച്ചു കൊണ്ടുകൊടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലെന്നു യാതൊരു പ്രശ്നങ്ങളുമില്ല. ചാലക്കുടി പോലീസ് ഇത്തരം കാര്യങ്ങൾ വളരെ മാതൃകാപരമായിട്ട് ഇടപെടൽ നടത്തുന്ന ആളാണ്. ഞാൻ തന്നെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ട് പലർക്കും ഇതുപോലെ സാധനങ്ങൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ യദുകൃഷ്ണ അവൻ്റെ കയ്യിലുള്ള ഈ ഗോൾഡ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. നിങ്ങൾക്ക് രണ്ടു പേർക്കും എൻ്റെ ഈ കൊച്ചു മീഡിയയുടെ 1000 അഭിനന്ദനങ്ങൾ നൽകുകയാണ്. കാരണം ഈ സാധനം പ്രത്യേകിച്ച് ഗോൾഡ്, ഇത് ഈ സ്ത്രീകളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും അറിയോ? കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും വഴിയേക്കേണ്ടി വരും. പിന്നെ ഇവരുടെ ഉള്ളിലും ഇതിങ്ങനെ കനം പോലെ കിട്ടും. കാരണം ഇതൊക്കെ ഏതെങ്കിലും പ്രത്യേക മുഹൂർത്തത്തിലൊക്കെ കിട്ടിയതായിരിക്കും. ഈ സാധനം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴില്ലേ അവരാകെ വിഷമത്തിലായിരിക്കും. അപ്പോൾ അത് തിരിച്ചു കിട്ടാനായിട്ട് ഇടപെടൽ ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയ ഭാഗ്യമുള്ളവർക്ക് സംഗതി തിരിച്ചു കിട്ടുള്ളൂ. എന്തായിരുന്നാലും ഇങ്ങനെ ഒരു കൈച്ചെയിൻ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഈ രണ്ട് ചെറുപ്പക്കാർ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. യദുകൃഷ്ണയ്ക്കാണ് അത് കിട്ടിയത്. അടിച്ചിരി പാലാട്ടിക്കൊണ്ട് സ്വദേശിയായിട്ടുള്ള യദുകൃഷ്ണ. 1000 അഭിനന്ദനങ്ങൾ നേരാണ് യദുകൃഷ്ണയ്ക്ക്. സുഹൃത്തായിട്ടുള്ള ഹരികൃഷ്ണനും രണ്ടുപേരും സുഹൃത്തുക്കളാണ്. എന്തായിരുന്നാലും യുവാക്കളിൽ നന്മകൾ വിതരട്ടെ, നന്മ മരങ്ങളായി തീരട്ടെ. ഇനിയും ഇതുപോലെ നമ്മുടെ മുന്നിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വിലപിടിപ്പുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് മഞ്ഞളിക്കാതെ അത് മറ്റാരുടെയാണ്, അയാളത് അന്വേഷിച്ച് എവിടെയെങ്കിലും ഇരുട്ടത്ത് എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവും. ഒരു പ്രാന്തനെ പോലെ അല്ലെങ്കിൽ ഒരു പ്രാന്തിയെ പോലെ ആകെ എല്ലാവരുടെയും പഴി കേട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അവർക്ക് അവരുടെ വേദന നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇങ്ങനെയൊരു കൈച്ചെയിൻ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നഷ്ടപ്പെട്ട ആളുകൾ ചാലക്കുടി പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.